എല്ലാവർക്കും നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്രൊക്കേഡാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. ഇതിൽ ഈ ഒരു പീസിൽ നമ്മൾ വേറെ ഒരു ലൈനിങ്ങിൻ്റെ പീസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പോട്ട്ലി ബട്ടനാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇത് വെച്ച് തയ്ക്കുക. ഈ ഒരു പീസ് ബാക്കിൽ നിന്ന് വെച്ച് തയ്ച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ വെച്ച് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ കറക്റ്റായിട്ട് മടക്കി നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച് തയ്ക്കുക. അപ്പോൾ ഇത് സെൽവെഡ്ജാണ്, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടാമത്തെ മടക്കണില്ല. അപ്പോൾ ഈ സെൽവെഡ്ജ് കറക്റ്റായിട്ട് നമ്മൾ മടക്കി വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ കറക്റ്റായിട്ട് 2 ഭാഗവും തയ്ച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നെക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നെക്ക് നോക്കുക, 2 പീസ് ഞാൻ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ 2 നെക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 നെക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ 2 നെക്കും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത് നോക്കുക, ഇതുപോലെ വെച്ച് ഇത് കറക്റ്റ് ചെയ്ത് എടുക്കുക. നോക്കുക, 2 പീസും കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇനി നമുക്കിതിൽ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന സംഭവമാണ് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യൽ. അപ്പോൾ നോക്കുക, ഇത് കുറച്ച് വലിയ സൈസുള്ള പോട്ട്ലി ബട്ടനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഈ പീസിൽ ആദ്യം തന്നെ പോട്ട്ലി ബട്ടൺ കറക്റ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക, ആ ഒരു ലൈനിൽ കൂടെ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നെ നമുക്കിത് മറ്റേ പീസും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇതുപോലെ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നോക്കുക, നമ്മൾ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തല മുഴുവൻ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. കാരണം എക്സസ് ഉള്ളത് മുഴുവൻ കട്ട് ചെയ്യുക. നമുക്ക് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാത്ത തരത്തിൽ നമ്മൾ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നോക്കുക, ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുക, ഇതിൻ്റെ റൈറ്റ് സൈഡിലത്തെ പീസ് ഇതിൽ കറക്റ്റായിട്ട് വെച്ച് സിംഗിൾ പ്രഷർ ഫുട്ട് ഇട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണിത്. കാരണം ഇതിൽ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ല. ഈ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ പീസ് അറ്റാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് ഒരു സ്റ്റിച്ചും കൂടിയും ഇതിൽ കൊടുത്ത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അടിഭാഗം കറക്റ്റായി മടക്കി വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോട്ട്ലി ബട്ടൺ ബ്ലൗസിൽ കറക്റ്റായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ഒരു പല്ലിൻ്റെ വീതി, പ്രഷർ ഫുട്ടിൻ്റെ ഒരു പല്ലിൻ്റെ വീതിയിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ അടിപൊളി ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.